ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തുകയില്ല. ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന ഒരു വചനമാണ് നാം വായിച്ചു കേട്ടത്. കർത്താവ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ചതയപ്പെട്ടതിനെ കർത്താവ് ഒടിക്കുവാനല്ല വന്നത്, അതിനെ എഴുന്നേൽപ്പിച്ച് നിവർത്തി നിർത്തുവാനാ വന്നത്. പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് കെടുത്തിക്കളയാനല്ല, കരിന്തിരികൾ മുറിച്ചു മാറ്റി പാത്രങ്ങളിൽ എണ്ണ പകർന്ന് അതിനെ ആളിക്കത്തിക്കാനാണ് കർത്താവ് വന്നത്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശത്രുവിന്റെ മെതിവണ്ടി കയറിയിറങ്ങി ചതഞ്ഞു തകർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നീ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോ വീണ്ടും നീ ചതയപ്പെടുവെന്നല്ല, നീ എന്തുമാത്രം ചതഞ്ഞു പോയോ, ഷെയ്പ്പ്ലെസ് ആയി പോയോ, പരാജയപ്പെട്ടു പോയോ, തകർന്നു പോയോ, ആ തലത്തിൽ നിന്ന് ദൈവം നിന്നെ നിവർത്തി നിർത്തുവാൻ കഴിയുന്നൊരു ദൈവമാണെന്ന് നിന്റെ ജീവിത അനുഭവത്തിൽ യേശു തെളിയിച്ചു തരും. 2-ാമത്തെ ഭാഗമായി എനിക്ക് നിങ്ങളോട് പറയേണ്ട ദൂത്, പുകയുന്ന തിരി. ഒരു വിളക്കിന്റെ തിരി അത് പുകയാൻ തുടങ്ങിയതിന് അതിനർത്ഥം ഒന്നുകിൽ അതിന്റെ തിരി മാറാൻ സമയമായി, അല്ലെങ്കിൽ അതിലെ എണ്ണ തീർന്നിരിക്കുക, പുകഞ്ഞുകൊണ്ടിരിക്കുക. ആ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും കത്താതെ വണ്ണം കെട്ടുപോകും. പക്ഷെ യേശു വന്നത്, നിന്നെ സ്നേഹിച്ചത്, നിന്റെ അടുക്കലേക്ക് ഈ വചനം പറയുമ്പോൾ വന്നിരിക്കുന്നത്, ജീവിതത്തിൽ പുകഞ്ഞ് അവസാനിക്കുന്ന നിന്റെ അനുഭവത്തെ കരിന്തിരികൾ മുറിച്ചു മാറ്റി പാത്രങ്ങളിൽ പുതിയ എണ്ണ പകർന്ന് നിന്നെ ഒന്ന് ആളിക്കത്തിക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. എന്താണ് ഇന്നത്തെ സന്ദേശം? ചതയപ്പെട്ട അവസ്ഥയും പുകയപ്പെട്ട അവസ്ഥയും ഉടനെ ക്രിസ്തു മാറ്റിത്തരും. ആരുടെയെല്ലാം മുമ്പിൽ നീ നിന്ദിക്കപ്പെട്ടോ അവരുടെ മുമ്പിലൊക്കെ നീ നിവർന്നു നിൽക്കും. ആരുടെയൊക്കെ മുമ്പിൽ നീ പുകഞ്ഞ് അവസാനിക്കുമെന്ന് പറഞ്ഞോ അവന്റെ മുമ്പിൽ നീ കത്തിച്ചൊലിക്കുന്ന വിളക്ക് പോലെയാകും. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ക്രിസ്തു നിന്റെ ചാരെ നിൽക്കുക. നമുക്ക് ആ കർത്താവിന്റെ കരം മുറുക്കി പിടിച്ചോണ്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജീവിത സാഹചര്യങ്ങളിൽ ചതയപ്പെട്ടു പോയ ഞങ്ങൾ ഒടിഞ്ഞു പോകാൻ അനുവദിക്കാതെ നിവർത്തി നിർത്തുവാൻ കഴിയുന്ന കർത്താവേ, അവിടുത്തെ കരം ഇറങ്ങി വന്ന് നിന്റെ മക്കളെ തൊടണമേ. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിളക്കുകളെ ആളിക്കത്തിക്കുവാൻ കഴിയുന്ന കൃപ അവരുടെ മേൽ പകരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ നീ നിവർന്നു നിൽക്കും. നീ ഒന്ന് ആളിക്കത്താൻ പോകുക. ഗോഡ് ബ്ലസ് യു.